ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയോട് സ്വാഗതം. ഓക്കെ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, സ്വാഭാവികം പോലെ തന്നെ ടെക് വീഡിയോ. ഓക്കെ ഗൈസ്, ഇന്നത്തെ നമ്മുടെ ടെക് ഐറ്റം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, മോട്ടറോള എന്ന് പറഞ്ഞ ബ്രാൻഡിലെ ഗൈസ്. മോട്ടറോളേൻ്റെ ഒരു കിടിലെ ഫോൾഡബിൾ ഫോൺ ഉണ്ട്. ഫോൾഡബിൾ, ഓക്കെ, മടക്കാനൊക്കെ പറ്റുന്ന ഒരു ഫോൺ ഉണ്ട്. ഏതാണെന്ന് പറയുക ഗൈസ്, മോട്ടറോള റേസർ 60 അൾട്ര. ഓക്കെ, അതാണ് ഈ ഫോണിന്റെ പേര്. അപ്പൊ ഇതൊരു ഫോൾഡബിൾ ഫോണാണ്. അപ്പൊ ഈ ഫോണിനെ പറ്റിയുള്ള ബെസ്റ്റ് റിവ്യൂ, ഫീച്ചേഴ്സ് ആൻഡ് മൈ ഒപ്പീനിയൻ, ഇതൊക്കെയാണ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയാണ്ട് ജുഗാണ് നമ്മുടെ വീഡിയോട്ടോ. കം ഓൺ ഗൈസ്, ലെറ്റ്സ് ഗോ. ഗൈസ്, മോട്ടറോള റേസർ 60 അൾട്രയുടെ ഫീച്ചേഴ്സ് പറഞ്ഞാൽ ഗൈസ്, ഈ ഫോണ് തുടക്കത്തിൽ പറഞ്ഞാൽ ഒരു ഫോൾഡബിൾ ഫോണാണ്. മടക്കാനും ഒടിക്കാനും തിരിക്കാനും എല്ലാം ഈ ഫോൺ കൊണ്ടുള്ള കഴിവുണ്ട്. ഓക്കെ, ഒന്നും പറഞ്ഞത് ഒടിച്ച് കളയരുത് ഫോൺ, കേട്ടല്ലോ. ഓക്കെ, ഇനി ഫീച്ചേഴ്സിലോട്ടോ, കോമഡി ടോക്സ് ഒക്കെ ഓവറാക്കാം. ഓക്കെ, ഇനി നമുക്ക് സീരിയസ് വിഷയത്തിലോട്ടോ. ഗൈസ്, ഈ ഫോണിന്റെ ഡിസ്പ്ലേ വരെ എന്ന് പറഞ്ഞാൽ 7.0 ഇഞ്ചിന്റെ 7.0 ഇഞ്ചിന്റെ ഫോൾഡബിൾ മെയിൻ LTPO AMOLED ഡിസ്പ്ലേ ആണ് ഗൈസ് ഈ ഫോണിന്റെ ഡിസ്പ്ലേ വരുന്നത്. ഓക്കെ, പറഞ്ഞല്ലോ ഫോൾഡബിൾ ആണ്. ഓക്കെ, 7.0 ഇഞ്ചാണ്. അത്യാവശ്യം നല്ല വലിയ ഡിസ്പ്ലേ തന്നെയാണ് ഗൈസ് ഫോണിന്റെ. ഓക്കെ, അതാണ് ഡിസ്പ്ലേനെ പറ്റി പറയാനുള്ളത്. പിന്നെ ഗൈസ്, ഈ ഫോണിന്റെ റിഫ്രഷ് റേറ്റ് എന്ന് പറഞ്ഞാൽ 165 ഹെർട്സ് ആണ്. 165 ഹെർട്സ് ആണ് ഗൈസ് ഈ ഫോണിന്റെ റിഫ്രഷ് റേറ്റ്. ഓക്കെ, പിന്നെ ഗൈസ്, മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഈ ഫോണിന്റെ പ്രൊസസ്സറാണ്. ഈ ഫോണിന്റെ വന്നേക്കണ പ്രൊസസ്സർ വേറൊന്നുമല്ല, മോട്ടറോള റേസർ 60 അൾട്രയുടെ പ്രൊസസ്സർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ ഗൈസ്, വേറൊന്നുമല്ല 3 നാനോമീറ്ററിന്റെ 3 നാനോമീറ്ററിന്റെ എന്തായിരുന്നു ഒക്ടാ കോർ ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 8 എലൈറ്റ് പ്രൊസസ്സറാണ് ഗൈസ് വരുന്നത്. ഓക്കെ, കുറച്ച് വലിയ പേരാണ്, ആരും പേടിക്കേണ്ട. അതാണ് ഗൈസ് ഈ ഫോണിൽ വന്നേക്കണം പ്രൊസസ്സർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, 3 നാനോമീറ്ററിന്റെ ഒക്ടാ കോർ ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 8 എലൈറ്റ് പ്രൊസസ്സറാണ് ഗൈസ്. ഓക്കെ, അതൊരു അടിപൊളി പ്രൊസസ്സറാണ്. നല്ല പവർഫുൾ ചിപ്സെറ്റ് ആണ് ഗൈസ്. ആ പ്രൊസസ്സർ എന്ന് പറഞ്ഞാൽ നല്ല പവർഫുൾ ചിപ്സെറ്റ് ആണ്, അടിപൊളി പ്രൊസസ്സറാണ് ഗൈസ്. ഓക്കെ, വലിയ ഭയങ്കര പ്രശ്നങ്ങളോ അങ്ങനെ ഒന്നും ഇതുവരെ ഉണ്ടാവാത്ത നല്ല കമ്പനിയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയ ഒരു കിടിലൻ പ്രൊസസ്സറാണ് ഈ പ്രൊസസ്സർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതാണ് ഈ ഫോണിൽ വന്നേക്കുന്നത്. മോട്ടറോള റേസർ 60 അൾട്രയിൽ വന്നേക്കുന്ന പ്രൊസസ്സറാണ് ഗൈസ്. ഓക്കെ, അത് പിന്നെ ഗൈസ്, അടുത്തെന്ന് പറഞ്ഞാൽ ഈ ഫോണിന്റെ മെമ്മറി ആൻഡ് സ്റ്റോറേജ് ആണ് ഗൈസ്. ഈ ഫോണിൽ വന്നേക്കുന്ന മെമ്മറി ആൻഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ 16 GB ഹൈ സ്പീഡ് റാമാണ്. 16 GB ഹൈ സ്പീഡ് റാമും 512 GB ആണ് ഇന്റേണൽ സ്റ്റോറേജ് വന്നേക്കുന്നത്. ഓക്കെ, അതും അടിപൊളിയാണ് ഗൈസ്, നല്ലൊരു കാര്യം തന്നെയാണ്. ഓക്കെ, 512 സ്റ്റോറേജ് ഒക്കെ ഉണ്ട്. ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നാലും അവർക്കൊരു 1 TB വരെ ഇന്റർണൽ സ്റ്റോറേജ് കൊടുക്കാറുണ്ട്. ഇപ്പൊ കുറെ ഫോണുകൾക്ക് 1 TB ഉണ്ട്, ഇതിനില്ല. അന്നേരം കുഴപ്പമില്ല, ഞാൻ കുറ്റമായിട്ട് പറയണേ കേട്ടാ, ആരും അങ്ങനെ കരുതരുത്. ഓക്കെ, പിന്നെ 16 GB റാം ഉണ്ട്, അത് വളരെ നല്ലൊരു കാര്യമാണ് ഗൈസ്. ഓക്കെ, പിന്നെ ഗൈസ്, ഈ ഫോണിന് വന്നേക്കണം ബാറ്ററി എന്ന് പറഞ്ഞാൽ വേറൊന്നും വരാ 4700 mAh ഒരു ബാറ്ററിയാണ് വന്നേക്കുന്നത്. അത് നോക്കി ഗൈസ്, 4700 ഒക്കെ ഉണ്ട്, ആ കുഴപ്പമില്ല. അത് നല്ലൊരു ബാറ്ററി തന്നെയാണ് ഗൈസ്. ഓക്കെ, പക്ഷെ എന്നാലും ഇപ്പൊ എല്ലാ ഫോണുകൾക്ക് 5000 ഒക്കെയാണ് കൊടുക്കണത്. മോശമായിന്ന് കുഴപ്പമില്ല, 4700 കുഴപ്പമില്ല ഗൈസ്. ഒരു ദിവസം ഒക്കെ എന്തായാലും ചാർജ് ചെയ്യുന്നുള്ളൂ, അത് ഉറപ്പ് വരാം. ഓക്കെ, പിന്നെ ഗൈസ്, അടുത്തെന്ന് പറഞ്ഞാൽ ബാറ്ററി കഴിഞ്ഞാൽ ബാറ്ററി കഴിഞ്ഞാൽ ഗൈസ്, പിന്നെ എന്താ ഗൈസ് ഞാൻ പറഞ്ഞത്, ഈ ഫോണിൽ വന്നേക്കണം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, Android 16. ഓക്കെ, അതാണ് ഗൈസ് ഈ ഫോണിൽ വന്നേക്കണം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, പിന്നെ ഗൈസ്, അടുത്തെന്ന് പറഞ്ഞാൽ ബാറ്ററി പറഞ്ഞ് പ്രൊസസ്സർ എല്ലാം പറഞ്ഞാലോ ഗൈസ്. പിന്നെ ക്യാമറ ഗൈസ്, ഈ ഫോണിൽ വന്നേക്കണം ക്യാമറ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് ഗൈസ് ഈ ഫോണിൽ വന്നേക്കുന്നത്. ഓക്കെ, ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ്. 50 MP അൾട്രാ വൈഡ് ലെൻസ് ഉണ്ട്, മാക്രോ ലെൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ 50 MP ഫ്രണ്ട് ഷൂട്ടർ ക്യാമറ വന്നിട്ടുണ്ട്, 50 MP മെയിൻ റിയർ ക്യാമറ വന്നിട്ടുണ്ട്. അതൊക്കെയാണ് ഗൈസ് ഈ ഫോണിന്റെ മെയിൻ ഓഫ് ദ മെയിൻ ക്യാമറാസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇതൊക്കെയാണ് ഈ ഫോണിന്റെ ക്യാമറയുടെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഗൈസ്, ഈ ഫോണിന്റെ വില എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, 79,999 രൂപ എന്ന് വെച്ചാൽ ₹1 വ്യത്യാസം, 80,000 രൂപയ്ക്ക് 80,000 റുപ്പീസാണ് ഈ ഫോണിന്റെ വില വരുന്നത്. പക്ഷേ ഈ ഫോണിന്റെ വില ഹൈക്കാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഹൈക്കാവും എന്തായാലും 1,09,000 കാണിക്കുന്നുണ്ട്. പക്ഷേ തുടക്കം എന്തായാലും 80,000 രൂപയാണ് തുടക്കം ഗൈസ്. ഓക്കെ, അതൊക്കെയാണ് ഗൈസ് ഈ ഫോണിന്റെ മെയിൻ ആയിട്ട് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഫിംഗർ പ്രിന്റ്, ഫേസ് ID എല്ലാം സപ്പോർട്ട് ചെയ്യട്ടെ ഗൈസ്, അതൊന്നും ഓർത്ത് നിങ്ങൾ പേടിക്കണ്ട. 3.5 mm ഹെഡ്ഫോൺ ജാക്ക് ഈ ഫോൺ വന്നില്ല ഗൈസ്. ഓക്കെ, അത് കുഴപ്പമില്ല. പിന്നെ ഗൈസ്, ഞാൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിലോട് ഞാൻ മറന്നുപോയാ ഇല്ല. പിന്നില്ലേ ഗൈസ്, ചാർജർ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, 68 വാട്ടിന്റെ ടർബോ പവർ ഫാസ്റ്റ് വയേർഡ് ചാർജിങ് ആണ് വരുന്നത്. ഓക്കെ, അതാണ് കൂടിയത്. പിന്നെ 30 വാട്ടിന്റെ വയർലെസ് ചാർജിങ് വരുന്നുണ്ട്. ഓക്കെ, അതൊക്കെയാണ് ഗൈസ് ഈ ഫോണിന്റെ ചാർജർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇതൊക്കെയാണ് ഈ ഫോണിന്റെ മെയിൻ ഫീച്ചേഴ്സ് ആയിട്ട് ഞാൻ ചെക്കഞ്ഞെടുത്തേക്കുന്നത്. അവിടെ അടിപൊളി ഫോൺ തന്നെയാണ്. 80,000 രൂപയ്ക്ക് ഈ ഫോൺ എന്തായാലും നല്ലൊരു ഫോൺ, ഫോൾഡബിൾ ഫോണാണ് ഗൈസ്. ഓക്കെ,
പക്ഷെ നിങ്ങൾ മാക്സിമം ഫോൾഡബിൾ ഫോൺ എടുക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒന്നും മറ്റേ ഇതിലെ സർവീസ് സെന്ററുകളൊന്നും വന്നില്ല. ഇത് വല്ല മടക്കണ സമയത്ത് വല്ല ഗ്ലിച്ച് അടിച്ചാൽ ഡിസ്പ്ലേ അടിച്ചോ പണി പാളും ഗൈസ്. 80,000 രൂപ വെറുതെ പോവും, ആരോ കൊണ്ടുപോകും. അതുകൊണ്ട് ഫോൾഡബിൾ ഫോണിന് ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ഇതിന്റെ സർവീസ് സെന്റേഴ്സ് അധികം ഇങ്ങനെ വന്നിട്ടില്ല. പിന്നെ നമുക്ക് വേറെ ഏതെങ്കിലും അയക്കേണ്ടി വരും. പിന്നെ ഇവിടെ അധികം ഇല്ല. അതുകൊണ്ടാണ് ഞാൻ അധികം ഫോൾഡബിൾ ഫോൺ സജസ്റ്റ് ചെയ്യാത്തത്. ഓക്കെ, അപ്പോൾ വാങ്ങേണ്ടത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഈ ഫോണിന്റെ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ഫീച്ചേഴ്സ് ആണ് ഞാൻ പറഞ്ഞത്. മോട്ടോറോള റൈസർ 60 അൾട്രയുടെ. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരേക്ക് ഇറ്റ്സ് മീ സാവിയോ സൈനിങ് ഔട്ട് ഗൈസ്. ബൈ.